നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച T20 പരമ്പരയിൽ ഓപ്പണർ എന്ന നിലയിൽ വൻ പരാജയമായി തീർന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണെതിരെ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ KS ശ്രീകാന്ത്. പരമ്പരയിലെ 5 മത്സരങ്ങളിലും ഒരേ രീതിയിലാണ് സഞ്ജു പുറത്തായിട്ടുള്ളത്. പേസർമാർക്കെതിരെ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹം എല്ലാ കളിയിലും ക്യാച്ച് സമ്മാനിച്ചാണ് മടങ്ങുന്നത്. താൻ ഇങ്ങനെ മാത്രമേ ബാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന ഈഗോയാണ് സഞ്ജുവിന് ഉള്ളത് എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് സഞ്ജുവിന് ശ്രീകാന്ത്. 5 മത്സരങ്ങളിൽ നിന്നും വെറും 51 റൺസ് മാത്രമേ സഞ്ജുവിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. കൊൽക്കത്തയിലെ ആദ്യ T20യിൽ 26 റൺസുമായി ഭേദപ്പെട്ട തുടക്കം സഞ്ജുവിന് ലഭിച്ചുവെങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിൽ 5, 3, 1, 16 എന്നിങ്ങനെ സ്കോറുകൾക്ക് വിക്കറ്റ് വലിച്ചെറിയുകയും ചെയ്തു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ മുംബൈയിലെ വാങ്ഖഡയിൽ നടന്ന 5ാമത്തെയും അവസാനത്തെയും T20യെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലായ ചീക്കയിൽ വിശകലനം നടത്തവെയാണ് സഞ്ജു സാംസണെതിരെ KS ശ്രീകാന്ത് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സഞ്ജു സാംസണ് ബസ് മിസ്സായതുപോലെയാണ് കാണപ്പെടുന്നത്. തുടർച്ചയായ 5ാമത്തെ തവണയും ഒരേ രീതിയിലാണ് സഞ്ജു പുറത്തായിട്ടുള്ളത്. ഒരേപോലെയുള്ള ഷോട്ടാണ് എല്ലാ മത്സരങ്ങളിലും കളിച്ചിട്ടുള്ളത്. എന്തൊക്കെ വന്നാലും ഈ ഷോട്ട് താൻ കളിക്കുക തന്നെ ചെയ്യുമെന്ന തീരുമാനമാണ് സഞ്ജു പലപ്പോഴും എടുക്കാറുള്ളത്. അത് പന്തിന്റെ ഗതി മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. ഈഗോ ട്രിപ്പിലൂടെയാണ് സഞ്ജു കടന്നു പോകുന്നത് എന്നും ശ്രീകാന്ത് ആഞ്ഞടിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ട് എന്നും ശ്രീകാന്ത് വ്യക്തമാക്കി. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലെ മോശം പ്രകടനം ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസന്റെ സ്ഥാനത്തിന് ഭീഷണിയായിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനും ശ്രീകാന്ത് മറന്നില്ല. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് പോലും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ബാറ്റിംഗിൽ ഈ തരത്തിൽ തുടരെ ഫ്ലോപ്പ് ആയിട്ടുള്ളത്. ഇതേ രീതിയിലാണ് സഞ്ജു ഇനിയും കളിക്കുന്നതെങ്കിൽ ഇനി സഞ്ജുവിന്റെ സ്ഥാനം തന്നെ നഷ്ടമാകും. യശസ്വി ജയ്സ്വാൾ അടുത്ത T20 മത്സരത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. യശസ്വി സ്വാഭാവികമായും പ്ലേയിങ് 11ലേക്ക് വരുമെന്ന് തന്റെ അഭിപ്രായമുണ്ട് എന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായ 2 പരമ്പരകളിൽ ഓപ്പണറായി മിന്നിച്ച ശേഷമാണ് 3ാമത്തെ പരമ്പരയിൽ സഞ്ജു ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന 3 T20കളുടെ പരമ്പരയിൽ സെഞ്ചുറി അടക്കം നേടി ടോപ്പ് സ്കോററായിരുന്നു സഞ്ജു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിലെ 4 T20കളുടെ പരമ്പരയിൽ 2 സെഞ്ചുറികൾ കൂടി സഞ്ജു നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ ഈ ഫോം ആവർത്തിക്കാൻ മലയാളി താരത്തിന് സാധിക്കാതെ പോയി. ഇതാണ് സഞ്ജുവിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് തന്റെ കരിയറിനെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും സഞ്ജുവിന് തിരിച്ചു വരാണെങ്കിൽ ഇനി IPL മാത്രമേ ഒരു അവസരമായിട്ടുള്ളൂ. പക്ഷേ സഞ്ജുവിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നു. എന്നാൽ അത് സാരമുള്ളതല്ല. സഞ്ജു തിരിച്ചു വരും. IPLിലൂടെ മിന്നിക്കാൻ സാധിച്ചാൽ ഈ മോശം പ്രകടനങ്ങളൊക്കെ മറക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സഞ്ജു IPLിലൂടെ തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.